കേരള മുഖ്യമന്ത്രി ആ സ്ഥാനത്തിരിക്കാൻ പാടില്ല. ഒരു നിമിഷം വൈകാതെ രാജിവെക്കാൻ തയ്യാറാകും. നമസ്കാരം. ഒരു അഴിമതി കേസിൽ ഒന്നിനു പുറകെ ഒന്നായി തെളിവുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ഇനി ദിവസം കഴിയും തോറും കൂടുതൽ തെളിവുകൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കും. ആ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാൻ തയ്യാറാകണം. ഇനി അദ്ദേഹം അതിന് തയ്യാറായില്ല എന്നാണെങ്കിൽ പാർട്ടിക്ക് നാണക്കേടുണ്ടാക്കാതെ രാജിവെച്ച് പുറത്തു പോകണമെന്ന് പാർട്ടി തന്നെ നിർദ്ദേശിക്കണം. അതല്ലാതെ ഈ വിവാദത്തിനിടയിൽ കിടന്ന് ഇങ്ങനെ നാറാൻ നിൽക്കരുത്. അതത്ര നല്ലതല്ല. എത്രയും വേഗം രാജിവെച്ച് പുറത്തു പോകുക എന്നതാണ് മാർഗം. ഇത് മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കൃത്യമായി പറഞ്ഞാൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഉമ്മൻചാണ്ടി സർക്കാരിനെ വീഴ്ത്താനുള്ള ശ്രമങ്ങൾക്കിടയിൽ നടത്തിയ ഒരു പ്രസംഗത്തിന്റെ ഭാഗമാണ്. ഒന്നിനു പുറകെ ഒന്നായി തെളിവുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ദിവസം കഴിയും തോറും കൂടുതൽ തെളിവുകൾ പുറത്തു വരും. ആ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി സ്വയം രാജിവെക്കാൻ തയ്യാറാകുന്നില്ല. അദ്ദേഹത്തെ കൊണ്ട് രാജിവെപ്പിക്കുന്നതിനും അന്വേഷണം നേരിടുന്നതിനും കൂടുതൽ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങേണ്ടി വരും എന്നാണ് ഞങ്ങൾ കാണുന്നത്. വല്ലാതെ നാറി ഇറങ്ങിപ്പോകുന്നതിനേക്കാളും നല്ലത് പെട്ടെന്ന് തന്നെ രാജിവെച്ച് പോകുന്നതാണ്. ഇനിയും നാറാൻ നിൽക്കണോ? മറ്റിടത്ത് ആല് മുളച്ചാൽ അതും തണലാണെന്ന് വിചാരിക്കുന്ന ചിലർക്ക് ഇതൊന്നും എനിക്ക് കാര്യമല്ല. കാരണം കോടതിയുടെ അവസാന നിഗമനം വന്നിട്ടില്ലാലോ എന്ന് പറയാൻ. ഈ രാജ്യത്തിരുന്ന ഏതൊരാളും കോടതിയുടെ അവസാന നിഗമനം വന്നിട്ടല്ല രാജിവെച്ചിട്ടുള്ളത്. ഈ കേരളത്തിലായാലും കേരളത്തിന് പുറത്തായാലും ഒരു നിമിഷം പോലും ഇനി കേരള മുഖ്യമന്ത്രി ആ സ്ഥാനത്തിരിക്കാൻ പാടില്ല. ഒരു നിമിഷം വൈകാതെ രാജിവെക്കാൻ തയ്യാറാകും. അങ്ങനെയാണെങ്കിൽ പറഞ്ഞ വാക്കിന് വില കൽപ്പിക്കുന്നവനാണ് പിണറായി സഖാവെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാജി ഈ അടുത്തുണ്ടാകുമെന്നാണ് കരുതേണ്ടത്. കാരണം മാസപ്പടി വിവാദത്തിൽ മകൾ ഉടൻ തന്നെ അകത്താകും എന്നത് ഉറപ്പായി കഴിഞ്ഞു. കേസന്വേഷണം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇത് മകളുടെ ബുദ്ധിയാണോ അതോ അച്ഛന്റെ ബുദ്ധിയിൽ മകൾ കരുവായതാണോ എന്നത് മാത്രമാണ് ഇനി അറിയാനുള്ളത്. കർമ്മഫലം കൊണ്ടാണോ മുഖ്യന് ഇപ്പോൾ ഈ ഗതി വന്നതെന്ന സംശയവും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും കേസ് അന്വേഷണത്തിൽ അന്വേഷണ സംഘം മുഖ്യന്റെ പടിവാതിലിൽ എത്താൻ ഇനി അധിക നാൾ വേണ്ടിവരില്ല എന്നതാണ് മനസ്സിലാകുന്നത്. ഒരു കേസിൽ, അതായത് മാസപ്പടി കേസിൽ ഭാര്യയും മകളും മരുമകനും അടക്കം കുടുംബം മുഴുവനായി സംശയത്തിന്റെ നിഴലിലാണിപ്പോൾ. മുഖ്യൻ അന്ന് പറഞ്ഞ പോലെ നാറി നിൽക്കുന്ന അവസ്ഥ. അപ്പോൾ മുഖ്യൻ രാജിവെക്കേണ്ട സമയം ഇതാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും മാസപ്പടി വിവാദത്തിൽ ഇതുവരെ ശ്രദ്ധയിൽപ്പെടാതിരുന്ന വീണയുടെ യാത്ര ഉൾപ്പെടെ അന്വേഷണ സംഘത്തിന്റെ പരിധിയിലുണ്ട് എന്നാണ് റിപ്പോർട്ട്. 2014 സെപ്റ്റംബറിൽ എക്സാലോജിക് ആരംഭിച്ചതിനു ശേഷം വീണ വിജയൻ നടത്തിയ വിദേശ സഞ്ചാരങ്ങളുടെ വിശദാംശങ്ങളാണ് SFIU അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തിയത്. മുഖ്യമന്ത്രിയുടെ വിദേശ സഞ്ചാരങ്ങളിൽ നിരവധി തവണ വീണ അനുഗമിച്ചിരുന്നു എന്നത് ഇവിടെയാണ് ശ്രദ്ധേയം. വീണയുടെ വിദേശ സഞ്ചാരം വഴി എക്സാലോജിക് കമ്പനിക്ക് നേട്ടമുണ്ടായോ എന്നും പരിശോധിക്കുന്നുണ്ട്. വീണയുടെ ഭർത്താവ് പൊതുമരാമത്ത് മന്ത്രിയായ മുഹമ്മദ് റിയാസിന്റെ ഔദ്യോഗിക വിദേശ യാത്രകളിലും വീണ വിജയൻ അനുഗമിച്ചിരുന്നു. അതായത് ഈ അന്വേഷണത്തിന്റെ റിസൾട്ട് വരുമ്പോൾ വിജയൻ കുടുംബത്തിന് അത്ര നല്ലതായിരിക്കില്ല എന്ന് ചുരുക്കം. അപ്പൊ പിന്നെ മുഖ്യൻ അന്ന് പറഞ്ഞതുപോലെ ഉടൻ രാജിവെച്ച് പുറത്തു പോകാനുള്ള സമയമായിരിക്കുന്നു. കാരണം അങ്ങനെയാണ് അദ്ദേഹം മുമ്പ് നടത്തിയിരിക്കുന്ന പ്രസംഗം.